കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിന് നൽകുന്ന ഒരു പുതിയ മുന്നറിയിപ്പ്. ആഗോളതാപനം കാരണം ഹിമാനികൾ അതിവേഗം ഉരുകുന്നതോടെ ഭൂമിയിൽ 50,000-ത്തിലധികം പുതിയ തടാകങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന പഠനം. ഈ പഠനം മുന്നറിയിപ്പ് നൽകുന്നത് മുഴുവൻ ലോകത്തിനുമാണ്. പ്രശസ്ത സയൻസ് ജേണലായിട്ടുള്ള നേച്ചർ കമ്മ്യൂണിക്കേഷൻസിലാണ് ഈ ഗവേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. സ്വീഡനിലെ ഉപ്സാല സർവകലാശാല, അമേരിക്കയിലെ കാർണഗി മെലൺ സർവകലാശാല, സ്വിറ്റ്സർലൻഡിലെ ലൊസാൻ, നോർവേയിലെ ഓസ്ലോ സർവകലാശാല എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ സംയുക്തമായി നടത്തിയ ഒരു പഠനത്തിലൂടെയാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത്. ഹിമാനികൾക്കടിയിലുള്ള ഭൗമഘടന അതൊരു ത്രിമാന രീതിയിൽ 3D ഡീപ് ലേണിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് ചെയ്തപ്പോഴായിരുന്നു ഈ വിവരങ്ങൾ പുറത്തു വന്നത്. മഞ്ഞുപാളികൾ പൂർണ്ണമായി ഉരുകുമ്പോൾ ഏകദേശം 56,659 പുതിയ തടാകങ്ങൾ അവിടെ രൂപപ്പെടുമെന്നും ഇവ 40,647 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തേക്ക് വ്യാപിച്ച് 3,138 ക്യൂബിക് കിലോമീറ്റർ വെള്ളം സംഭരിക്കുമെന്നുമാണ് ഈ കണക്കിലൂടെ പഠിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഹിമാലയം, കാരക്കോറം, ഹിന്ദുകുഷ്, പാമീർ, ടിയാൻഷാൻ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹൈ മൗണ്ടൻ ഏഷ്യൻ മേഖലയിലാണ് ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത്. പർവ്വത താഴ്വരകളിലെ ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങൾ, റോഡുകൾ, ജലവൈദ്യുത പദ്ധതികൾ എന്നിവയ്ക്ക് തൊട്ടടുത്ത വൻ തടാകങ്ങൾ ഇത്തരത്തിൽ രൂപപ്പെടുന്നത് ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബസ്റ്റ് ഫ്ലഡ് എന്ന ഒരു പ്രതിഭാസത്തിലേക്ക്, അതായത് ഹിമാനി തടാക വിസ്ഫോടന പ്രളയങ്ങൾക്ക് കാരണമായി മാറും. ഇത്തരം തടാകങ്ങളുടെ അതിരുകൾ പെട്ടെന്ന് തകർന്ന് വലിയ അളവിൽ വെള്ളവും ചെളിയും മഞ്ഞുമൊക്കെ ഈ താഴ്വരകളിലേക്ക് കുത്തിയൊലിച്ചെത്തും. അത് വൻ നാശനഷ്ടം വിതയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പർവ്വത താഴ്വരകളിലെ ജനവാസ മേഖലകൾക്കും കൃഷിയിടങ്ങൾക്കും ജലവൈദ്യുത പദ്ധതികൾക്കും സമീപം ഇത്തരം തടാകങ്ങൾ രൂപപ്പെട്ടു വരുന്നത് പെട്ടെന്നുള്ള വൻ പ്രളയങ്ങൾക്ക് കാരണമായി മാറും. ലോകമെമ്പാടും ഏകദേശം 1.5 കോടിയോളം ജനങ്ങൾ ഈ ഭീഷണിയിലൂടെ കടന്നുപോകുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ 93 ലക്ഷത്തിലധികം പേർ, അതായത് ഏകദേശം 1 കോടിക്കടുത്ത ആളുകൾ ഏഷ്യൻ പർവ്വത മേഖലകളിലാണ് ജീവിക്കുന്നതെന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് തെക്കനേഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, പെറു എന്നീ 4 രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ജനസംഖ്യ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അപകട സാധ്യതയുടെ വ്യാപ്തിയും പറയുന്നത്. ചൈനയും ഇന്ത്യയും തന്നെയാണ് അതിൽ ഏറ്റവും ഭീതിജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. വരണ്ട കാലങ്ങളിൽ ഈ പുതിയ തടാകങ്ങൾ ശുദ്ധജല സ്രോതസ്സുകളായി മാറാനുള്ള ഒരു സാധ്യത വരുന്നു. കുടിവെള്ളക്ഷാമം നേരിടുന്ന മലയോര മേഖലകൾക്ക് വലിയ പ്രയോജനം ചെയ്യാൻ ഇത് സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നിരുന്നാലും വരാനിരിക്കുന്ന വലിയ കാലാവസ്ഥാ ദുരന്തങ്ങളുടെ ഒരു മുന്നറിയിപ്പായി തന്നെയാണ് ശാസ്ത്രലോകം ഈ കണ്ടെത്തലിനെ നോക്കിക്കാണുന്നത്. അതേസമയം പ്രളയഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഹിമാനികൾ വറ്റി വരളുന്ന വരണ്ട കാലഘട്ടങ്ങളിൽ ഈ പുതിയ തടാകങ്ങൾ ശുദ്ധജല സംഭരണികളായി മാറുന്നത് കടുത്ത കുടിവെള്ളക്ഷാമത്തിന് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും. മലയോര മേഖലകളിൽ കൃഷിക്കും പുതിയ ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിനും ജലവൈദ്യുത ഉൽപ്പാദനത്തിനും ഒരു പരിധിവരെ ഇത് സഹായിക്കുമെങ്കിൽ പോലും ആഗോളതലത്തിൽ വരാനിരിക്കുന്ന വലിയ കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് ഇനി നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു. കാലം സംജാതമായിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.